ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ഒരു നാടൻ ലഞ്ച് റെസിപ്പിയാണ്. അതിന് ഞാൻ ആദ്യം തന്നെ ഒരു ചെമ്മീൻ മുരിങ്ങക്കായ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ആദ്യം ചെമ്മീൻ 1/2 കിലോ, പിന്നെ വേണ്ടത് കുടംപുളിയാണത്. അതൊരു വലിയ കഷ്ണം എടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് എടുക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് മുരിങ്ങക്കായ, ഒരു വലിയ മുരിങ്ങക്കായ, 3 പച്ചമുളക്, ഒരു തക്കാളി, കുറച്ച് വേപ്പില, 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, 5 അല്ലി വെളുത്തുള്ളി. ഈ വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇതൊക്കെ ഒന്ന് ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഒരു ചട്ടിയിലേക്ക് ചെമ്മീനും എല്ലാം ഇൻഗ്രീഡിയൻസും, ചെമ്മീനും മുരിങ്ങക്കായ, പച്ചമുളക് എല്ലാം കൂടി പുളി. ഇപ്പോൾ ഈ കുടംപുളിക്ക് പകരം നിങ്ങൾക്കിപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ ആണെങ്കിൽ മാങ്ങ ചേർക്കാം. അപ്പോൾ മാങ്ങയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ മാങ്ങ ഉള്ള സമയത്താണെങ്കിൽ നിങ്ങൾക്ക് കുടംപുളിക്ക് പകരം മാങ്ങ ചേർക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഒരു ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഒരു 1/2 ഗ്ലാസ്സോളം വെള്ളം ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. 1/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഇത് വേവുന്ന രീതിയിലുള്ള വെള്ളം ഒഴിച്ചാൽ മതി. അധികം വെള്ളം ഒഴിക്കേണ്ട, അപ്പോൾ കറി ഭയങ്കര ലൂസായി പോവും. കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് നമുക്കിത് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഇത് മൂടി വെച്ച് നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം. പിന്നെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് 1 കപ്പ് തേങ്ങ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 5 ചെറിയ ഉള്ളി, കുറച്ച് വേപ്പില. ഇവയെല്ലാം കൂടി നന്നായി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും ചെയ്യാറുണ്ട് മഞ്ഞൾപ്പൊടി ലേശം, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ചെടുക്കുമ്പോൾ നമുക്കിവയെല്ലാം കൂടി നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. നന്നായി ഒന്ന് അരച്ചെടുക്കാം. ആദ്യം ഞാനൊന്ന് ചതച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അതുപോലെ നന്നായി ഒന്ന് അരച്ച് വെക്കാം. ഇപ്പം നമുക്ക് കറി എന്തായി നോക്കാം. ഇപ്പം നമ്മുടെ മുരിങ്ങക്കായും ചെമ്മീനൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്. മുരിങ്ങക്കായാലും ചെമ്മീനായാലും പെട്ടെന്ന് തന്നെ വേവും. അപ്പം അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കായൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് വറ്റിച്ചിട്ട് വേണം ഇതിലേക്ക് അരച്ച് വെച്ച് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മുടെ ഇത് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ കുറച്ച് വറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലായിട്ട് കടുക് പൊട്ടിച്ച് ഇടാം. അപ്പം നമ്മുടെ കറി നന്നായി തിളച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടാം. അതിനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കതിലേക്ക് ഉലുവ, കടുക് പൊട്ടിച്ചെടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉലുവ മതിയാവും. കടുക് ഒരു 1/2 ടീസ്പൂൺ ഇടാം. 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ഇടാം. അല്ലെങ്കിൽ 2 ഉണക്കമുളക് ഇടാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊട്ടിക്കാം. ഇത് നമ്മുടെ കറിയുടെ മുകളിലേക്ക് ഇട്ട് സെർവ് ചെയ്യാം. നമ്മുടെ ചെമ്മീൻ മുരിങ്ങക്കായ കറി റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ, ചെമ്മീനും മുരിങ്ങക്കായൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വെള്ളരിക്ക പച്ചടിയാണ്. ഇതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം. വെള്ളരിക്ക ഇതുപോലെ ചെറിയൊരു കഷ്ണം, ഇതൊരു ചെറിയൊരു വെള്ളരിക്കായിരുന്നു. അതിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ആവശ്യമുള്ള ഉപ്പിടുക. പിന്നെ എരിവിന് ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ്. ഇതൊരു വെളുത്ത കളറ് കറി ആയതുകൊണ്ട് തന്നെ മഞ്ഞപ്പൊടി ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളക് ഉപ്പിട്ട് നമുക്കിതൊന്ന് 1/4 ഗ്ലാസ് വെള്ളമൊഴിച്ച് വേവിക്കാൻ വെക്കാം. പിന്നെ തേങ്ങ, ഒരു 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർക്കുന്നത്. അത് ജീരകം അധികം വേണ്ട. കടുകാണ് നമ്മൾ കൂടുതൽ ചേർക്കുന്നത്. കടുക് ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ച് വേപ്പില, 2-3 ഇല വേപ്പിലിടുക. ഇതെല്ലാം കൂടി കുറച്ച് തൈര് ഒഴിച്ചിട്ട്, അപ്പോൾ ഒരു ചെറിയ പുളിയൊക്കെ ഉള്ളൊരു കറിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുളിക്ക് ആവശ്യമുള്ള തൈരും കൂടി ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അതല്ല തേങ്ങ ആദ്യം അരച്ചിട്ട് തൈര് അവസാനം ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്താലും മതി.
ഞാനിപ്പോൾ തേങ്ങയിൽ കൂടി ഈ തൈരും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വെള്ളരി അധികം വെന്തുടഞ്ഞു പോകണ്ട, ചെറിയൊരു കടിക്കുന്ന രീതിയിൽ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് വെള്ളം ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം, വെള്ളം നന്നായി വറ്റിയതിന് ശേഷം നമുക്ക് ഈ തേങ്ങ ചേർത്ത് ചെറുതായി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചെറുതായി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിലേക്ക് നമുക്ക് കടുകും ഉണക്കമുളകും വേപ്പിലയും പൊട്ടിച്ചത് ചേർക്കാം. അങ്ങനെ നമ്മുടെ വെള്ളരിക്ക പച്ചടിയും റെഡി ആയിട്ടുണ്ട്. ഇതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു കറിയാണ്. ഇപ്പം നമ്മുടെ ഇത് വെള്ളരി നമ്മൾ ചെറിയൊരു കടിക്കുന്ന രീതിയിൽ വേവിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്, വെന്തുടഞ്ഞു പോവാണ്ട്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെയാ വെച്ചാൽ ചെയ്യാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടക്ക മെഴുക്ക് പുരട്ടിയാണ്. അതിന് ഞാനൊരു 1/4 കിലോ വെണ്ടയ്ക്കാണ് ഞാനിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിക്കുന്നുണ്ട്. അത് വെളിച്ചെണ്ണ ഞാൻ കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക ചൂടാവുമ്പോൾ അതൊരു വഴുവഴുപ്പ് പോലെ വരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം വെളിച്ചെണ്ണ ചേർത്തത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ വെണ്ടയ്ക്ക കുറച്ച് വെളിച്ചെണ്ണ ആകുമ്പോൾ ചൂടായി വരുമ്പോൾ വെണ്ടയ്ക്ക ഒരു വഴുവഴുപ്പ് പോലെ വരും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ കൂടുതൽ ചേർത്തു. അത് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ ചേർത്താൽ മതി കേട്ടോ. വെണ്ടയ്ക്ക ഒരുവിധം വെന്തിട്ടുണ്ട്, അതിൻ്റെ ആ ഒരു ഇതൊക്കെ പോയി നന്നായി ഒന്ന് വാടിയിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാനിപ്പോൾ സവാള, പച്ചമുളക്, വേപ്പില അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു ചെറിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 3 പച്ചമുളക്, കുറച്ച് വേപ്പില ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ചു. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് വാടിയതിന് ശേഷം ഇങ്ങനെ മൂടി വയ്ക്കാൻ പാടുള്ളൂ. അത് അല്ലാണ്ട് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ വെണ്ടയ്ക്കൻ്റെ ഒരു വഴുവഴുപ്പ് പോലെയല്ലേ, അതൊന്ന് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഇതില്ലാതിരിക്കാൻ വേണ്ടി ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് അതിന് ശേഷം ഉള്ളിയൊക്കെ ഇട്ടതിന് ശേഷം ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മൂടി വയ്ക്കുന്നത്. ഒന്ന് മൂടി വയ്ക്കുക, എന്നിട്ട് ഇടക്കൊന്ന് ഇളക്കി തീയൊന്ന് കുറച്ച് വെച്ചിട്ട് വേണം മൂടി വയ്ക്കാൻ. ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് അത് സവാള ഒന്ന് വഴന്ന് കിട്ടുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിലിട്ട്. ഇപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ചമ്മന്തിയാണ്. മുളക് ചുട്ട ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അതിന് പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കൊരു 4 ഉണക്കമുളക് ഇട്ടൊന്ന് വറുത്തെടുക്കാം. അതിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതിലിട്ടൊന്ന് ബ്രൗൺ കളറാക്കി ചൂടാക്കി ചുട്ടെടുത്താൽ മതി. ഇപ്പം നമ്മുടെ ഒരു 1/4 കപ്പ് തേങ്ങ, 4 മുളക് ചുട്ടതുണ്ട്, ഒരു 6 അല്ലി ചെറിയ ഉള്ളി ചെറുതാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പില. ആദ്യം തന്നെ ഉണക്കമുളകും ഉള്ളിയും വേപ്പിലയും കൂടിയിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ അധികം അരഞ്ഞു പോകണ്ടല്ലോ. എന്നിട്ട് അതിന് ശേഷം അതരഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അത് നിങ്ങൾക്ക് മാങ്ങയുടെ സീസൺ ആണെങ്കിൽ ആദ്യം ഈ അരക്കുന്നതിൽ മാങ്ങയും കൂടി ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇതൊന്ന് ചതച്ചെടുക്കുക. നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ചമ്മന്തി. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കുക. താങ്ക് യു.